പത്മജ എഫക്റ്റിൽ ആടിയുലഞ്ഞ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അടിമുടി ആശയക്കുഴപ്പം തുടരുകയാണ്. പ്രചാരണം ആരംഭിച്ച ടി.എൻ. പ്രതാപന് സീറ്റ് ഇല്ലാതായതും കെ മുരളീധരനെ വടകരയിൽ നിന്ന് മാറ്റിയതിലും ഇരു നേതാക്കൾക്കും അതൃപ്തിയുണ്ടെന്നാണ് സൂചന. വടകരയിലെ സീറ്റ് മാറ്റാത്തതിൽ ലീഗും അതൃപ്തി അറിയിച്ചു. ദില്ലിയിൽ കെ.സി. വേണുഗോപാലിന്റെ വസതി കേന്ദ്രീകരിച്ച് തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും സിബി ജോസഫ് ചേരുന്നു. സിബി, കനകോലുവിന്റെ റിപ്പോർട്ടുണ്ട്. സിറ്റിംഗ് എംപിമാർ തോൽക്കുമെന്നായിരുന്നു കനകോലുവിന്റെ റിപ്പോർട്ട്. എങ്കിൽ പോലും സിറ്റിംഗ് എംപിമാരെ ഉൾപ്പെടുത്തിയാണ് പുറത്തുവരുന്ന ഓരോ ഊഹാപോഹങ്ങളും സൂചനകളും ഒക്കെ വരുന്നത്. ടി.എൻ. പ്രതാപന് മാത്രമാണ് ഈ ഒരു സിറ്റിംഗ് എംപിമാരുടെ നിലയിൽ സീറ്റ് ലഭിക്കാത്തത്. പകരം നിയമസഭാ സീറ്റ് നൽകുക എന്നൊരു ധാരണ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ടി.എൻ. പ്രതാപന് പകരം പരിഗണിച്ച തൃശ്ശൂരിലേക്ക് പകരം പരിഗണിക്കുന്ന കെ മുരളീധരന്, വടകരയിലേക്ക് പകരം പരിഗണിക്കുന്ന ഷാഫി പറമ്പിലിന് എല്ലാവർക്കും ഒരു അസ്വസ്ഥതയും അതൃപ്തിയും ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചനകളിൽ നിന്ന് ലഭ്യമാകുന്ന വിശദാംശങ്ങൾ. ഏത് രീതിയിലാണ് ദില്ലി കെ.സി. വേണുഗോപാലിന്റെ വസതി കേന്ദ്രീകരിച്ച് കോൺഗ്രസിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നത്? വിനീഷ്, എന്തായാലും കോൺഗ്രസിൻ്റെ ഒരു സർപ്രൈസ് ലിസ്റ്റ് ഇപ്പോഴും വൈകുകയാണ്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് മുമ്പായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക എല്ലാ നിലയും പുറത്തു വരുമെന്നുള്ളതായിരുന്നു ഇന്നലെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴും തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കെ.സി. വേണുഗോപാലിൻ്റെ വസതിക്ക് മുന്നിലാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് V.D. സതീശനും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ ഇപ്പോഴും ഏകദേശം 2 മണിക്കൂറിലധികമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശനമാണ് വഴിമുട്ടി നിൽക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് എല്ലാതിനെയും ഉണ്ടായപ്പോൾ ഇന്നലെ വൈകിട്ട് BJP ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നടക്കുമ്പോഴായിരുന്നു പത്മജ വേണുഗോപാൽ BJP ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചത്. ഇതിന് പിന്നാലെ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെ വളരെ വലിയ മാറ്റം ഉണ്ടാകുകയായിരുന്നു. ഇതിൽ വലിയ മാറ്റമുണ്ടായത് ഈ തൃശ്ശൂരിൽ MP ആയിരുന്ന, നിലവിലെ സിറ്റിംഗ് MP ആയിരുന്ന ടി.എൻ. പ്രതാപനെ മാറ്റി എന്നുള്ളതാണ്. ടി.എൻ. പ്രതാപന് പകരം വടകരയിൽ നിന്നും കെ മുരളീധരൻ വന്ന് മത്സരിക്കണം എന്നൊരു നിർദ്ദേശമാണ് V.D. സതീശൻ അടക്കം മുന്നോട്ട് വെച്ചത്. ടി.എൻ. പ്രതാപൻ നിലവിൽ അവിടെ വളരെ കുറേ ദിവസങ്ങളിലായി ഇത്തരത്തിൽ പ്രചരണം ആരംഭിച്ചിരുന്നു. അവിടെ പോസ്റ്ററുകൾ പതിപ്പിക്കുകയും ചൂരെഴുത്തുകളെല്ലാം തന്നെയും ടി.എൻ. പ്രതാപൻ ആരംഭിച്ചിരുന്നു. പിന്നീട് വടകരയിൽ ഇത്തരത്തിൽ കൺവെൻഷൻ അടക്കം എല്ലാം തന്നെയും വിളിച്ചു ചേർത്തുകൊണ്ട് കെ മുരളീധരനും പ്രചരണം ആരംഭിച്ചിരുന്നു. എന്തായാലും ഇരു കൂട്ടരും ഈ ഇത്തരത്തിൽ വടകരയിലേക്ക് കെ മുരളീധരൻ വരണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചതോടെ ഇത്തരത്തിൽ മുരളീധരൻ അതൃപ്തി ഹൈക്കമാൻഡ് അറിയിക്കുകയും പിന്നീട് ഈ മുരളീധരനെ അന്വേഷിപ്പിക്കാനുള്ള ശ്രമമാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നും ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും V.D. സതീശനും ഇവരെ ഫോണിൽ വിളിക്കുകയും ചർച്ചകൾ നടത്തുകയും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അന്തിമ ലിസ്റ്റിലേക്ക് ഇപ്പോഴും കോൺഗ്രസിന് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 16 പേരുടെയും ലിസ്റ്റുകൾ തയ്യാറായെന്നും നാളെ ഉച്ചയ്ക്ക് മുൻപായി തന്നെ ഈ ഒരു ലിസ്റ്റ് പ്രഖ്യാപിക്കുമെന്നുള്ളതായിരുന്നു പ്രധാനമായും നേതാക്കൾ ഇന്നലെ പറഞ്ഞത്. പക്ഷേ അതൊരു സർപ്രൈസ് ലിസ്റ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴും ആ സർപ്രൈസ് ലിസ്റ്റ് ഇപ്പോഴും അന്തിമമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോഴും ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കെ മുരളീധരനെ എല്ലാ നിലയും വിളിച്ചുകൊണ്ട് വ്യക്തമാണ്, ഇപ്പോഴും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനമായില്ല. സർപ്രൈസ് ലിസ്റ്റ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ വൈകുന്നു കോൺഗ്രസ്. ദില്ലി കേന്ദ്രീകരിച്ച് കെ.സി. വേണുഗോപാലിന്റെ വസതി കേന്ദ്രീകരിച്ച് ദില്ലിയിൽ തിരക്കിട്ട കൂടിയാലോചന യോഗങ്ങൾ പുരോഗമിക്കുന്നു. സിബി ജോസഫാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകി വന്നത്.